want change, first you change. ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു അസാധാരണക്കാരായിട്ട് മാറ്റാനായിട്ട് ഞങ്ങളെയൊക്കെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് ജീവനക്കാരന്റെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൽ സാമാന്യം ആ കാലത്ത് 20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലത്ത് ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസം എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി, അതായത് KSEBിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാർട്ട് ടൈമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുകയും അതിന്റെ അനന്തമായ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഫുൾ ടൈമർ ആകുകയും ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ കൊയ്യുകയും 2-2.5 കോടിയിലധികം രൂപ നിസ്സാര സമയം കൊണ്ട് അച്ചീവ് ചെയ്യുകയും കേരളത്തിൽ ആദ്യമായിട്ട് Audi A6 കാർ ഫസ്റ്റ് പർച്ചേസ്, ഒന്ന് ആലോചിക്കണം, നെറ്റ്വർക്കിന്റെ അനന്തമായ സാധ്യതയാണ് പറയുന്നത്. ഫസ്റ്റ് പർച്ചേസ് എറണാകുളം ജില്ലയിൽ ആണ് നടന്നത്. അത് ആദ്യമായിട്ട് ഏതാണ്ട് 1/2 കോടിയോളം വില വരുന്ന കാർ വാങ്ങി ഉപയോഗിക്കാനുള്ള മാനസികമായിട്ടുള്ള വികാസം ഉണ്ടാകുകയും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. മറ്റാരുമല്ല, നിങ്ങളുടെയും എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ബിലൗഡ് വിനോദ് സാറാണ് ഇന്ന് പ്രോഗ്രാം എടുക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി, പെർമിഷനോടുകൂടി അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ. വിനോദ് സാർ, പ്ലീസ് കം ആൻഡ് ടേക്ക് ചാർജ് ഓഫ് ദിസ് പ്രോഗ്രാം, പ്ലീസ്. യു ആർ വെൽക്കം. Thank you, Thomas sir. Good morning all. Happy wonderful morning. Am I audible? എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Okay sir, proceed. Am I audible? Yes, of course. Okay. അപ്പൊ നമ്മുടെ നൈസ് ഇൻട്രൊഡക്ഷൻ ഉത്തംജി. ഇന്നത്തെ ദിവസം നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ക്ലോസിംഗുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു സമയത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് 2 ബേസിക് സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് സ്കില്ലാണെങ്കിൽ, രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് സെയിൽസ് ക്ലോസിംഗ് സ്കില്ലാണ്. സ്കില്ല് എന്ന് പറയുന്നതും ടാലന്റ് എന്ന് പറയുന്നതും രണ്ടാണ്. ടാലന്റ് എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് ടാലന്റ്. ചില ആളുകൾ ജന്മനാ സിംഗേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, കഥ എഴുതുന്ന ആളുകളുണ്ട്, പല രീതിയിലുള്ള ടാലന്റ് ഉള്ള ആളുകളുണ്ട്, പുസ്തകം എഴുതുന്ന ആളുകളുണ്ട്. പക്ഷെ സ്കിൽ എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമാണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സ്കില്ലുകൾ ഇങ്ങനെ ഷാർപ്പൺ ആയിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്കില്ല് 0യിലേക്കും പോകും. അപ്പൊ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് ഷാർപ്പൺ ചെയ്യേണ്ടതാണ് നമ്മുടെ സ്കില്ലുകൾ എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ട്രെയിനിങ് നമുക്ക് തുടങ്ങാം. 2 വ്യക്തികൾക്ക് മരം വെട്ടാനായിട്ടുള്ള ജോലി കൊടുക്കുകയാണ്. ഒന്നാമത്തെ ആള് തന്റെ മഴവുമായിട്ട് പോയിട്ട് നേരിട്ട് മരം വെട്ടാൻ തുടങ്ങി. ഓരോ വെട്ടുമ്പോഴും ആ മരം ചതയുന്നതല്ലാതെ അത് പ്രോപ്പറായി മുറിയുമില്ല. അദ്ദേഹം 1 മണിക്കൂറായി 2 മണിക്കൂറായി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മരം ചതയുന്നേ ഉള്ളൂ, പ്രോപ്പറായിട്ടുള്ള കട്ടിങ് ആവുന്നില്ല. രണ്ടാമത്തെ ആൾ വളരെ റിലാക്സ്ഡ് ആണ്. അദ്ദേഹം നേരെ പോകുന്നത് ഒരു കൊല്ലന്റെ ആലയിലേക്കാണ്. ആ കൊല്ലന്റെ ആലയിൽ ചെന്നിട്ട് അദ്ദേഹം ആ മഴു കൊടുത്ത് നന്നായി ചുട്ട് പഴിപ്പിച്ച് തേച്ച് മിനുക്കി രാഗി റെഡിയാക്കി തരാൻ പറഞ്ഞു. അപ്പൊ കൊല്ലം പറയണത് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് റെഡിയാക്കി വെച്ചോളാം. അദ്ദേഹം പുറത്തു പോയി ഒരു ചായക്ക് കുടിച്ചു, വളരെ റിലാക്സ്ഡ് ആയിട്ട് വന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മഴു വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പണ്ടാണ്. ആ ഷാർപ്പണ്ടായ മഴുവുമായിട്ട് അദ്ദേഹം പോവുകയും അദ്ദേഹം കേവലം 1/2 മണിക്കൂർ കൊണ്ട് ആ വലിയ മരം മുറിച്ച് താഴുകയും ചെയ്തു. അപ്പൊ ആദ്യം മരം വെട്ടിയ ആള് ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ മരം പ്രോപ്പറായിട്ട് മുറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ആള് ആ മരം കേവലം 1/2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രോപ്പറായിട്ടും ഫിനിഷ്ഡ് ആയിട്ടും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ ആള് അദ്ദേഹത്തിന്റെ മഴു മൂർച്ച വെച്ചിട്ടില്ല, രണ്ടാമത്തെ ആള് അദ്ദേഹത്തിന്റെ മഴു മൂർച്ച വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നമ്മുടെ സെയിൽസ് സ്കില്ലും പ്രോസ്പെക്റ്റിംഗ് സ്കില്ലും നമ്മൾ നിരന്തരമായി ഷാർപ്പൺ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ സെയിൽസ് പ്രോസസ്സിലേക്കും
ബിസിനസ് ടീം ബിൽഡിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ സെയിൽസ് ഒരു വലിയ സബ്ജക്ട് തന്നെയാണ്. അതിന് നമുക്ക് അനന്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്കും സയന്റിഫിക്കുമായിട്ടും അതിനെ ഒന്ന് വിശകലനം ചെയ്യാനും നമ്മുടെ സെയിൽസിനെ എങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. സോ എങ്ങനെയാണ് നമുക്കൊരു നല്ല ഇൻഫ്ലുവൻഷ്യൽ സെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്? അപ്പോ അതില് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ സെയിൽസ് പ്രോസസ്സിലേക്ക് പോകുമ്പോ സോറി അപ്പോ ക്വസ്റ്റ്യൻ അല്ലേ? ഒറ്റ മിനിറ്റ്. സ്മോൾ ഇഷ്യൂസ്. സ്ക്രീൻ ഷെയറിംഗ് കാണാൻ പറ്റുന്നുണ്ടാവോ? കാണാലോ. ഫുൾ സ്ക്രീൻ ആണോ ഇപ്പോ? കുഴപ്പമില്ല. സെയിൽസ് പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നത് 8 സ്റ്റെപ്പുകളിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്രോസ്പെക്റ്റിംഗ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രീ അപ്രോച്ചും മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്രോച്ചുമാണ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം നമുക്ക് ചൂണ്ടയിടുന്നതാണ്. ചൂണ്ടയിടുമ്പോൾ നമുക്കറിയാം നമ്മളുടെ കൊത്താൻ പോകുന്ന മീനിന് ആനുപാതികമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ചൂണ്ട വേണം. അതിന്റെ ടോയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൊളുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഷിനനുസരിച്ച് ഫിഷിന്റെ ലോഡും സൈസും ഒക്കെ അനുസരിച്ച് അതിന്റെ കൊളുത്തുകൾ വ്യത്യാസമുണ്ട്. അതിൽ കോർക്കുന്ന ഇരകളും വ്യത്യാസമുണ്ട്. അപ്പൊ പ്രോസ്പെക്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനനുസരിച്ച് ഉള്ള പ്രോസ്പെക്റ്റിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത്. രണ്ടാമത്തത് നമുക്കൊരു ട്യൂണിങ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ ലേഡീസിനെയൊക്കെ ട്യൂൺ ചെയ്യലുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ട്യൂണിങ് ആണ് ഈ പ്രോസ്പെക്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രീ അപ്രോച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വ്യക്തിയെ കാണാൻ പോകുന്നതിന് മുന്നേ ഉള്ള മുന്നൊരുക്കത്തിനെയാണ് നമ്മൾ പ്രീ അപ്രോച്ച് എന്ന് പറയുന്നത്. മുന്നൊരുക്കം വേണം. നമ്മൾ ഏത് സെയിൽസിന് പോകുന്നതിന് മുന്നേയും നമ്മള് കാണാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് നമ്മളുടെ കൂടെയുള്ള ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്രീഫ് വാങ്ങിയിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ പൂർണ്ണമായിട്ടുള്ള ബയോഡാറ്റ അതാണ് പ്രീ അപ്രോച്ചിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം വരുന്നത്. അയാൾ എവിടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ജോബ് എന്താണ്, അദ്ദേഹത്തിന്റെ ബിസിനസ് ആണോ, അദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്,
അദ്ദേഹം ഒരു മാരീഡ് ആണോ, അദ്ദേഹത്തിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, അല്ല മാരീഡ് ആണോ അൺമാരീഡ് ആണ്. മാരീഡ് ആയ ഒരാൾക്ക് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് അല്ല ഒരു അൺമാരീഡ് ആയിട്ടുള്ള ആൾക്ക് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി സ്റ്റാറ്റസ് എന്താണ്, അദ്ദേഹത്തിന് കുട്ടികളുണ്ടോ, ചിൽഡ്രൻ സ്റ്റാറ്റസ് എന്താണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് അല്ല ഒരു എന്താ പറയാ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എന്താണ്, അദ്ദേഹത്തിന്റെ പിന്നെ വെഹിക്കിൾ സ്റ്റാറ്റസ് എന്താണ്, അദ്ദേഹത്തിന്റെ ഡ്രീംസുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നാളെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഒരു ബൈക്ക് ആണെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് ഒരു കാറിലേക്ക് പോകണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹമുള്ള ആളായിരിക്കും. അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അപ്പൊ അതിന്റെ റിട്ടയർമെന്റ് പ്ലാനിങ്. അപ്പൊ പ്രീ അപ്രോച്ചില് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ വ്യക്തിയെ കുറിച്ചുള്ള ബ്രീഫിങ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ ആ വ്യക്തിയുമായി കണക്ട് ചെയ്ത് എങ്ങനെ സംസാരിക്കണമെന്ന് വ്യക്തമായിട്ട് പോകുന്ന ലീഡർക്ക് മനസ്സിലാവും. അപ്പൊ പ്രീ അച്ചോർ എന്ന് പറയുന്നത് ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. സെയിൽസിന് എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന തേങ്ങ ചിരണ്ടുന്ന പോലെ ഒരു പ്രോസസ്സിനുമായിട്ടാണ്. ഒരു തേങ്ങ ചിരണ്ടാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ആ ചിരവയെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പൊ മോഡേൺ അടുക്കളയിലൊക്കെയാണ് ചിരവകളുണ്ട്. ആ ചിരവകളെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് അതിന്റെ ബേസ്മെന്റിൽ ഉറപ്പിച്ച് നിർത്തണം. അതിനുശേഷം അതിനൊരു പ്രോപ്പറായ ഒരു സപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ചിരട്ടയിൽ തേങ്ങ എടുത്തിട്ട് മുറിച്ച തേങ്ങ എടുത്തിട്ട് നമ്മൾ ആ ചിരട്ടയിൽ ചിരവയിൽ ചിരകാൻ തുടങ്ങാം എന്ന് പറയുന്ന പോലെ ഒരു പ്രോസസ്സാണ് ഈ പ്രീ അപ്രോച്ച് എന്ന് പറയുന്നത്. റിസൾട്ടിലേക്ക് പോകുന്ന സമയത്ത് അടുത്തത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന റിയൽ അപ്രോച്ചാണ്. നമ്മൾ ആ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ കാണാനായിട്ട് പോകുന്ന സമയം വളരെ പ്രധാനമാണ്. അപ്രോച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ മുൻകൂട്ടി എടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. എത്ര പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രൊഫഷണലിസം വരും എന്നുള്ളതാണ്. ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവുക, രണ്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ ഡ്രസ് കോഡ്. നമുക്ക് സെയിൽസിന് പോകുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളല്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ പ്രോപ്പർ ഡ്രസ് കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നീറ്റ് ആൻഡ് ക്ലീൻ, അയൺഡ് വെൽ ഡ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ട് നമ്മളെ സെയിൽസിന് പോകുന്ന ആളുകൾ നോക്കിയാൽ മനസ്സിലാവും അവരെപ്പോഴും വെൽ ഡ്രസ്ഡ് എക്സിക്യൂട്ടീവ് ഡ്രസ്ഡ് ആയിരിക്കും പോവുക. അവരുടെ ചെരുപ്പും ഷൂസൊക്കെ പ്രോപ്പറായിട്ട് പോളിഷ്ഡ് ആയിരിക്കും. അവർക്ക് പ്രോപ്പർ ഹെയർ കട്ട് ഉണ്ടാവും. അവരുടെ കയ്യിൽ നെയിൽ പോലും അവർ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ താഴെ വെച്ചിട്ടുള്ളതാണെങ്കിൽ പ്രോപ്പർ ബേർഡൊക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്താലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് എപ്പോഴും നമ്മൾ ഒരു സെയിൽസ് ഫോഴ്സിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ പലപ്പോഴും അപ്രോച്ചിന് പോകേണ്ടത്. മേ ബി അവർ ഫ്രണ്ട് ആവാം, മേ ബി അവരുടെ നൈബർ ആവാം. ഒരിക്കലും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലോ നമ്മൾ വളരെ കെയർലെസ് ആയിട്ടോ നമ്മൾ ഒരിക്കലും ആളുകളെ കാണാൻ പോകരുത്. നമ്മളെപ്പോഴും പ്രൊഫഷണൽ ആയിരിക്കുക, നമ്മളെപ്പോഴും സീരിയസ് ആയിരിക്കുക. അതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വളരെ പ്രധാനമാണ്. അയാളെ കാണാൻ എടുക്കുന്ന സമയം വളരെ പ്രധാനമാണ്. ഒരു വീട്ടമ്മയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഏർലി മോർണിംഗ് എപ്പോഴും ഒരു വീട്ടമ്മ വളരെ ബിസി ആയിരിക്കും. അവർ കിച്ചണിലും അവർക്ക് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അത്തരത്തില് ഏർലി മോർണിംഗ് നമ്മൾ ഒരു വീട്ടമ്മയുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ അതെപ്പോഴും എഫക്റ്റീവായിട്ട് സെയിൽസ് ക്ലോസിംഗിലേക്ക് എത്താൻ പറ്റില്ല. കാരണം അവരുടെ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കിച്ചണുമായി റിലേറ്റഡ് ആയിരിക്കും. ഒരു 9 മണിക്ക് ഒരു ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് 8:30 നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്താൽ അതൊരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെയിൽസ് ക്ലോസിംഗിലേക്ക് പറ്റില്ല. അപ്പൊ ആ വ്യക്തിയുടെ ഏറ്റവും ഫ്രീ ആയിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം ചൂസ് ചെയ്ത് വേണം നമ്മൾ സെയിൽസ് ക്ലോസിംഗിന് വേണ്ടി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി പ്രോപ്പർ ഡ്രസ് കോഡ് ഉണ്ടാവണം. നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ കയ്യിൽ അല്ല നമ്മുടെ ലീഡറുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള സെയിൽസ് ക്ലോസിങ്ങിന് പോകുന്ന സമയത്ത് അതിന്റെ ടൂൾസ് കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഒരു ഡെമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെമോ കിറ്റ് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഡെമോ കിറ്റില് ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ എനർജി പാഡും അതുപോലെ തന്നെ ഒരു റിസ്റ്റ് ബാൻഡ് എങ്കിലും നമ്മൾ കരുതുക എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പർ ഡെമോ കിറ്റ് ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ ആവശ്യം വന്നാൽ കാണിക്കാൻ പറ്റുന്ന കമ്പനിയുടെ പ്രൊഡക്ട്സുകളൊക്കെ ഉള്ള ഒരു ഫോളോ ഫയലോ അല്ലെങ്കിൽ ഒരു ബ്രോഷറോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് എപ്പോഴും സെയിൽസ്മാനിന് പോകുന്ന ടൂൾ കിറ്റിൽ വളരെയധികം ഗുണം ചെയ്യും. ഒരു ബിസിനസ് പ്രൊജക്റ്റോ പ്ലാനോ ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത്
ഒരു വീട്ടിൽ പോയിട്ട് ഒരു ഷീറ്റ് ചോദിക്കുകയോ ഒരു ബുക്കിന്റെ ഒരു പേപ്പറോ ഒക്കെ വലിച്ചു കീറിയിട്ട് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള പ്രസന്റേഷൻസ് ചെയ്യരുത്. നമ്മുടെ കയ്യിൽ ഒരു പേന ഉണ്ടാവണം, ഒരു സ്ക്രിബ്ലിംഗ് പാഡ് ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യങ്ങൾ അവർ ചോദിക്കുകയാണെങ്കിൽ ആ സ്ക്രിബ്ലിംഗ് പാഡിൽ വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. എപ്പോഴും നമ്മളുടെ കയ്യിൽ പ്രോപ്പർ ടൂൾസ് ഉണ്ടാവണം പോകുന്ന സമയത്ത്. ഇനി കയറുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ചെരുപ്പ് ഊരുന്നോട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്നത് പോലും വളരെ മാന്യമായിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. ഒരു തവണ അടിക്കുക, കുറച്ചേരം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒരിക്കൽ കൂടി അടിക്കുക. കയറി ഇരിക്കുന്ന സമയം വളരെ പ്രധാനമാണ്. നമ്മൾ കയറുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ കയറി ഇരിക്കുന്നത് എവിടെ ഇരിക്കണം? പ്രധാന ഗൃഹനാഥൻ ഇരിക്കുന്ന ചെയറിന് അദ്ദേഹത്തിന് പ്രോപ്പറായി വോയിസ് കോണ്ടാക്റ്റും ഐ കോണ്ടാക്റ്റും കിട്ടത്തക്ക രീതിയിൽ ഒരു പൊസിഷൻസിൽ നമ്മൾ ഇരിക്കണം. എങ്ങനെ ഇരിക്കണം? ഫോർവേഡ് ലീനായിട്ടിരിക്കണം, മുന്നോട്ട് ആഞ്ഞ് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ നമ്മൾ ഫോർവേഡ് ലീനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ അതോറിറ്റേറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കും. നമ്മളൊരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തിലൂടി മുന്നോട്ട് ആഞ്ഞ് അദ്ദേഹത്തിനോട് മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തെ കണ്ട ഉടനെ നമ്മളുടെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നമ്മളെ പ്രോപ്പറായി എഡിഫൈ ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പല ഡിസ്ട്രിബ്യൂട്ടറും നമ്മളകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മളെ പ്രോപ്പറായ രീതിയിൽ പരിചയപ്പെടുത്തില്ല. അപ്പോ നമ്മളെ എഡിഫിക്കേഷൻ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ അപ്ലൈനെ കുറിച്ച് നിങ്ങൾ എപ്പോൾ സംസാരിക്കുമ്പോഴും എഡിഫൈ യുവർ അപ്ലൈ എന്നുള്ളതാണ്. അപ്പൊ അപ്ലൈൻ എഡിഫിക്കേഷൻ നമ്മൾ ബോധപൂർവം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഘടകമാണ്. അപ്പോ പ്രോപ്പറായി എഡിഫൈ ചെയ്ത് സംസാരിക്കുക. ഈ എഡിഫിക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്ലൈനെ പുകഴ്ത്തുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമർക്ക് ഈ അപ്ലൈൻ പറയുന്ന നിങ്ങളുടെ സീനിയർ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രവിക്കണം. അപ്പൊ ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മേഖലയിൽ ഒരു മികച്ച അറിവ് ഉള്ള വ്യക്തിയാണെന്നുള്ള ബോധം അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് അപ്ലൈൻ എഡിഫിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ അപ്ലൈനെ, നിങ്ങളുടെ കൂടെ വന്ന ലീഡറെ, നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറെ, നിങ്ങളുടെ കസ്റ്റമർക്ക്, കാണാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർക്ക് വളരെ മനോഹരമായി എഡിഫൈ ചെയ്ത് സംസാരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയി. ഇനി അടുത്ത സ്റ്റെപ്പിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അപ്രോച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു സംസാരം തുടങ്ങുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുൻകൂട്ടി അദ്ദേഹത്തിന്റെ പ്രൊഫൈല് ബ്രീഫിംഗ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ വിയർ അബൌട്ട്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഫാമിലി സ്റ്റാറ്റസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ചും ചൈൽഡ് സ്റ്റാറ്റസിനെ കുറിച്ചും വെഹിക്കിൾ സ്റ്റാറ്റസിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ ഏറ്റവും ഈസിയായ മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് നമ്മളെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. സെൽഫ് ഇൻട്രൊഡ്യൂസ്. എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, ഞാൻ ഇന്ന മേഖലയിൽ നിന്നാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. നമ്മളെ തന്നെ സ്വയം പരിചയപ്പെടുത്തി തുടങ്ങാം. അതാണ് ഒരു വേ ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ വേ ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഇതാണ് രണ്ടാമത്തെ വേ എന്ന് പറയുന്നത്. സാറിന്റെ പേരെന്താണ്? സാറ് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് ബ്രീഫിംഗ് ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം എന്നുള്ളതാണ് രണ്ടാമത്തത്. ഈ മൂന്നാമത്തതും ഏറ്റവും എഫക്റ്റീവ് വേ ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമർക്കും നമ്മൾക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണം അദ്ദേഹം ഒരു ജോബ് ചെയ്യുന്ന വ്യക്തിയാണ്, നമ്മളും ഒരു ജോബ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ജോബിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സംസാരം തുടങ്ങാം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് കസ്റ്റമറും നമ്മൾക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് സെയിൽസ് പ്രോസസ്സ് തുടങ്ങാം എന്നുള്ളതാണ് അപ്രോച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നിങ്ങളുടെ ഇരിപ്പ് വളരെ പ്രധാനമാണ്, നിങ്ങളുടെ ഓപ്പണിംഗ് വളരെ പ്രധാനമാണ്, നിങ്ങളുടെ സ്റ്റാർട്ടിങ് വളരെ പ്രധാനമാണ്. ഇതാണ് അപ്രോച്ചിൽ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇനി നിങ്ങൾ വന്നു, നിങ്ങളുടെ പിന്നെ മാഗ്നറ്റിക് തെറാപ്പി ആണെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് പറയുന്നു, അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുന്നു, അത് ഉപയോഗിച്ചാലുള്ള നേട്ടങ്ങളെ കുറിച്ച് പറയുന്നു, അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് ഫീൽ ചെയ്യിക്കുന്നതിന് നിങ്ങൾക്ക് ഡെമോയിലേക്ക് കടക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ അപ്രോച്ചുമായി കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതിനുശേഷം അദ്ദേഹം ഒരു വ്യക്തപ്പെട്ട പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ ബയോട്ടോറിയം തരുന്ന ഓപ്പർച്യൂണിറ്റിയിലെ ബിസിനസ് പ്രൊജക്റ്റും അദ്ദേഹത്തോട് ഷെയർ ചെയ്യാം. ഇപ്പൊ ഡെമോ ഉണ്ട്, നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് സെയിൽസിലേക്ക് വരും. ബിസിനസ് പ്രൊജക്ട് സെയിൽ ചെയ്യുമ്പോൾ ബിസിനസ് പ്രൊജക്റ്റിലേക്ക് വരും, അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റും. രണ്ട് രീതിയിലാണ് നമുക്ക് പിന്നെ പിച്ചിങ് വരിക. ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽസിലേക്ക് വരും, അല്ലെങ്കിൽ ബിസിനസ് പ്രൊജക്റ്റിലേക്ക് വരും. ഈ രണ്ട്. പിന്നെ ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് ആണ് ആറാമത്തേത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സെയിൽസ് പ്രോസസ്സിന് പോകുന്ന സമയത്തും അവിടെ ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. ഏത് സെയിൽസ് പ്രോസസ്സിലും ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. അയാൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ പ്രൊജക്റ്റാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവാം, ലീഗാലിറ്റിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവാം, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവാം, അതിന്റെ ആഫ്റ്റർ യൂസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഒബ്ജെക്ഷൻസ് ഉണ്ടാവാം. അദ്ദേഹത്തിനോടൊപ്പം സെയിൽസ് പ്രോസസ്സിൽ പോകുന്ന വ്യക്തികൾക്ക് അറിയാം നിരവധി ഒബ്ജെക്ഷൻസ് അവർ ഈ സെയിൽസ് പ്രോസസ്സിൽ നേരിടേണ്ടി വരുന്നതാണ്. പക്ഷെ നമുക്കറിയാം ഒരു എഫക്റ്റീവായിട്ട് ഫീൽഡിൽ പോകുന്ന ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായി സിലബസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാവുക. ഉദാഹരണമായി നിങ്ങൾ സെയിൽസ് മേഖലയിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒബ്ജെക്ഷൻസ് എന്താണെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനും അതിന് മറുപടി എങ്ങനെ പറയണമെന്ന് നിങ്ങൾ സ്വയം പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്ന ചോദ്യം വന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയും മുഖഭാവവും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതാണ് ഒബ്ജെക്ഷൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 8-10 ഒബ്ജെക്ഷൻസ് ഫീൽഡിൽ പോകുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രൊജക്ട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ പറയാൻ പഠിച്ചിരിക്കുക എന്നുള്ള. നീ എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചോളം വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ആ ഒബ്ജെക്ഷൻസ് വെച്ചുകൊണ്ട് ഒരിക്കൽ മാത്രമേ നിങ്ങളെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ചോദ്യത്തിനുള്ള മറുപടി എന്ത് പറയണമെന്ന് നിങ്ങളുടെ അപ്ലൈനോടുകൂടി നിങ്ങൾ നെക്സ്റ്റ് ടൈം മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഇനി ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് സെയിൽസ് ചെയ്യാൻ അറിയില്ല. തിയറിറ്റിക്കലി അല്ലെങ്കിൽ ഐഡിയലി നമ്മളെല്ലാവരും ബെസ്റ്റ് സെയിൽസ്മാൻ ആരാണ്? നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു യാതൊരു സ്കില്ലുമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ നിരന്തരമായ ബോധപൂർവമായ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും മികച്ച സെയിൽസ്മാൻമാരാണ്. നിങ്ങളൊരു മാരേജ് പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും മനോഹരമായി വിൽക്കാനാണ് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നോയിങ്ലി അൺനോയിങ്ലി നിങ്ങൾ എല്ലാവരും മികച്ച സെയിൽസ്മാൻമാരാണ് എന്നുള്ളതാണ്. ഒരു സെയിൽസ് പ്രോസസ് ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ആവുന്നത് ആ പ്രൊഡക്റ്റിന്റെ ഡെലിവറിയും ആ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ സെയിൽസുമായി കണക്റ്റഡ് ആണ്. LIC എന്നുള്ള ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങളൊന്ന് അനലൈസ് നോക്കും മനസ്സിലാവും. LICയുടെ സെയിൽസിൽ എപ്പോഴും അവരുടെ പാരാമീറ്റർ കാണിക്കുന്നത് 20% സെയിൽസ് ആണ് പുതിയ സെയിൽസ് വരിക. വിച്ച് മീൻസ് 80% സെയിൽസും LICയിലേക്ക് വരുന്നത് ആ LICയുടെ ഇൻഷുറൻസ് ഉപയോഗിക്കുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമർ റെഫറൻസിലൂടെയാണ്. അതിനർത്ഥം ഒരു സെയിൽസ് പ്രോസസ്സിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകത്തിൽ ഒന്നാണ് ഡെലിവറി ആൻഡ് ആഫ്റ്റർ സർവീസ്. നമ്മളൊരു വ്യക്തിക്ക് പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ സർവീസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അദ്ദേഹം രജിസ്ട്രേഷൻ പ്രോപ്പറായിരിക്കണം, അദ്ദേഹത്തിന് വേണ്ട ലീഗൽ സൈഡ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവണം, അദ്ദേഹത്തിന്റെ ഡേറ്റാസ് എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടാവണം, അദ്ദേഹത്തിന്റെ സൈറ്റ് പൂർണ്ണമായിട്ടും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം, ആ പ്രൊഡക്റ്റ് കൃത്യമായ രീതിയിലും ശരിയായ രീതിയിലുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം നമ്മൾ ഉറപ്പുവരുത്തണം. ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇനിഷ്യൽ യൂസേജസ് ഉണ്ടാവാൻ സാധ്യതയുള്ള
ചില സിംറ്റംസ്, ചില ഹെഡ് ഏക്സോ, ചില മൈൻഡ്സോ, ചില ലൂസ് മോഷൻസോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ടെന്നും അത് ഗ്രാജുവലി അത് നമ്മുടെ ബോഡിയുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് മാറും. പ്രൊഡക്റ്റില് സെയിൽസ് ആൻഡ് സർവീസ് ആഫ്റ്റർ സെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 8 പ്രോസസ്സുകളിലൂടെയാണ് സെയിൽ പ്രോസസ്സ് കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇനി സെയിൽസിൽ പോകുന്ന സമയത്ത് സെയിൽസിന് പോകുന്ന സമയത്ത് നമ്മൾ ഒരു സെയിൽസ് പ്രോസസ്സ് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 5 കാര്യങ്ങളിലൂടെയാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന സമയത്ത് പ്രോബിങ് എന്ന് പറയുമ്പോൾ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചില കാര്യങ്ങളും ഐഡിയാസും നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മളുടെ പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അത് അതാണ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സെയിൽസ് പ്രോസസ് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം റിസീവർ മോഡിലുമാണെന്നും നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമാണ് അദ്ദേഹം നമ്മളോട് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബിംഗ് നടത്തുമ്പോൾ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സെയിൽസിലേക്ക് കടക്കുന്ന സമയത്ത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലോസ്ഡ് എൻഡ് കമ്മ്യൂണിക്കേഷൻ ആവരുത്, ഓപ്പൺ എൻഡ് കമ്മ്യൂണിക്കേഷൻ ആവണം. ഓപ്പൺ എൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില സംസാരങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾ മുറിഞ്ഞു പോകും, അവിടെ വെച്ച് നിർത്തേണ്ടി വരും. പലപ്പോഴും സെയിൽസ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആയിരിക്കണം നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറോട് ചോദിക്കുക എന്നുള്ള. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫാബിംഗ് ആണ്. നമ്മൾ വരുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ്, ആ പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സ്, ഇതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റുക. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് നമ്മൾ അദ്ദേഹത്തിന് വിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പ്രൊഡക്റ്റിന്റെ ആവശ്യകത, നീഡ് ക്രിയേഷൻ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഒരു വ്യക്തിക്ക് ആവശ്യകത ക്രിയേറ്റ് ചെയ്യാതെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം എന്ന് അദ്ദേഹത്തിനെ ഒരു നീഡ് ക്രിയേഷനിലേക്ക് നമ്മൾ ആദ്യമേ കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റുക. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാബിംഗ് ആണ്. ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും നമുക്ക് അദ്ദേഹത്തിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഈ ഏത് പ്രൊഡക്റ്റ് സെയിൽസിന്റെ ഭാഗമാണ് ക്രിയേറ്റിംഗ് അർജൻസി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പലപ്പോഴും പറയാറുണ്ട്, സെയിൽ ക്ലോസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ദോശ ചുടുന്നത് മാതിരിയാണ്. നമ്മുടെ കല്ല് ചൂടായിരിക്കുമ്പോഴാണ് നമ്മൾ ദോശ ചുടേണ്ടത്. കല്ല് പ്രോപ്പറായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് ദോശ ചുടണം. ക്രിയേറ്റിംഗ് അർജൻസി എന്ന് പറയും. അർജൻസി എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പ്രൊഡക്റ്റിനെയും പ്രൊജക്റ്റിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തി നമ്മൾ നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ സെയിൽ ക്ലോസ് ചെയ്യണം. എന്തുകൊണ്ട് ആ സമയത്ത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോറി, ആരോ സംസാരിക്കുന്നുണ്ട്, പ്ലീസ് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോ അർജൻസിയാണ്. ആ അർജൻസി നിങ്ങൾ ഏത് ഓൺലൈൻ സെയിൽസിൽ പോകുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് നിങ്ങൾ ഏത് സെയിൽസിൽ പോയാലും മനസ്സിലാകും, അവിടെ ക്രിയേറ്റിംഗ് ഒരു അർജൻസി എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടും. ഈ പ്രൊഡക്റ്റ് ഇപ്പൊ മേടിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് ആണ് അർജൻസി. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഇപ്പൊ തന്നെ വാങ്ങിക്കണം? പലപ്പോഴും ഇത് പോസ്റ്റ്പോണ്ടിന് മുന്നോട്ടുള്ള ഡേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അർജൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സെയിൽസ് പ്രോസസ്സിൽ പോകുന്ന ഒരാൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. 4 നെഗോഷിയേഷൻസ് ഉണ്ടാവും. ഒരു സെയിൽസ് ക്ലോസിംഗിന് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷൻസ് ഉണ്ടാവും. 5ാമത്തത് പോകുന്ന വ്യക്തിയുടെ ക്ലോസിംഗ് എബിലിറ്റി ഉണ്ടാവണം. ആ ക്ലോസിംഗ് എബിലിറ്റി പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തി എഫക്റ്റീവായിട്ട് പോകുമ്പോഴാണ് സെയിൽസ് ക്ലോസിംഗ് ഏറ്റവും എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാം. ഈ സെയിൽസ് ക്ലോസിംഗിന് പോകുന്ന സമയത്ത് 3 ഈഗോ സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഓക്കെ, 3 ഈഗോ സ്റ്റേറ്റുകളുണ്ട്. നമ്മളൊരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്
ഒന്നാമത്തെ നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ എപ്പോഴും ഇരിക്കുക ഞാനൊരു വലിയ ആളാണെന്നുള്ള ഒരു ഭാവത്തിലാണ് ഇരിക്കുക. അതിനെ പറയുന്ന ഈഗോ സ്റ്റേറ്റിനെയാണ് പാരന്റൽ ഈഗോ സ്റ്റേറ്റ്. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു തറവാട്ടില് ഒരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവർ ഇരിക്കുമ്പോൾ അയാളുടെ ഇരിപ്പും മട്ടും ഭാവവും ഒക്കെ നമ്മളൊന്ന് മനസ്സിലേക്ക് എടുത്താൽ മനസ്സിലാവും. നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ നമ്മൾ ആദ്യം കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരിപ്പും മട്ടും എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഒരു പാരന്റൽ ഈഗോ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. പാരന്റൽ ഈഗോ സ്റ്റേറ്റ് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്, അഡൾട്ട് ആയിട്ടുള്ള ആളുകളുടെ മനോഭാവം നമുക്ക് മനസ്സിലാവും. ഈ മൂന്നാമത്തെ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. എന്താ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു നിഷ്കളങ്കനായ കുട്ടിയുടെ മനോഭാവമാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉള്ളത്. അപ്പൊ 3 ഈഗോ സ്റ്റേറ്റുകൾ നമുക്കറിയാം. ഇത് ഈ PAC കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാരന്റ് അഡൽട്ട് ചൈൽഡ്. ഈ PAC കൺസെപ്റ്റില് സെയിൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് ലീഡർ ഇരിക്കുന്നത് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഇരിക്കുന്നത് ഒരു പാരന്റൽ ഈഗോ സ്റ്റേറ്റിലായിരിക്കും. കാരണം അദ്ദേഹം ആ ഗൃഹനാഥനാണ്, അദ്ദേഹത്തിന് വലിയ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹം ഇരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സംസാരം തുടങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരുപടി മേളിലേക്ക് കയറും. നമ്മളുടെ സ്റ്റേറ്റ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറും. അങ്ങനെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളും അയാളുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അദ്ദേഹവും നമ്മളും ഏകദേശം ഒരേ തലത്തിൽ ഒരേ ഫ്രീക്വൻസിയിലാവും. അപ്പൊ നമ്മൾ 2 അഡൽട്സുകൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു തരത്തിലേക്ക് അദ്ദേഹവും നമ്മളും തമ്മിൽ സ്ട്രിങ്ക് ആവും. അതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന്. കുറച്ചുകൂടി കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും നമ്മളോട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിനെ പറയുന്ന ബൈയിങ് സിംറ്റംസ് എന്നാണ്. ആ ഒരു സമയത്ത് ക്ലോസിംഗ് സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നിലപാട് ഒന്നും കൂടി ഉയർത്തണം. നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് പാരന്റൽ ഈഗോ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആണെങ്കിൽ അയാൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലേക്ക് താഴേക്ക് ഇറങ്ങുന്നതും അദ്ദേഹത്തെ ഈസി ആയിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് കൺവിൻസ് ചെയ്യാനും പറ്റും. അപ്പൊ 3 ഈഗോ സ്റ്റേറ്റ് നമ്മൾ ഓർത്തിരിക്കണം. ഇത് സെയിൽസ് ക്ലോസിംഗിന് പോകുമ്പോൾ PAC കൺസെപ്റ്റ് പാരന്റ് അഡൽട്ട് ചൈൽഡ്. പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആദ്യം പാരന്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അഡൽട്ടിലേക്ക് വരും, പിന്നീട് അദ്ദേഹം ചൈൽഡിലേക്ക് വരുമെങ്കിൽ നിങ്ങളുടെ ലീഡർ ആദ്യം ചൈൽഡിലുണ്ടാവുക, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അഡൽട്ടിലേക്ക് വരും, പിന്നീട് ക്ലോസിംഗിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പാരന്റൽ ലെവലിലേക്ക് വരും. ഈ 3 ഈഗോ സ്റ്റേറ്റ്സുകൾ നമ്മൾ വളരെയധികം പ്രധാനം. ഓക്കെ, ഇനി നമ്മൾ ക്ലോസിംഗിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലോസിംഗിന് പോകുമ്പോൾ നമ്മൾ സ്പോട്ട് ക്ലോസിംഗ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്പോട്ട് ക്ലോസിംഗ് നമ്മൾ പ്രോസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയാം. ഒന്ന്, നമ്മൾ ഇനി പിന്നീട് അദ്ദേഹത്തെ കാണാൻ പോകുന്ന സമയത്ത് നോ കേൾക്കേണ്ടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലോസിംഗ് നിങ്ങൾ സ്പോട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നിരവധി കാര്യങ്ങൾ ഫീൽഡിൽ പോകുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയോട് ഈ ബയോട്ടോറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ഷെയർ ചെയ്തു കഴിഞ്ഞു, ഒരുപക്ഷെ ബിസിനസ് പ്രൊജക്ട് നിങ്ങൾ ഷെയർ ചെയ്തു, അദ്ദേഹം ഈ മാനസികമായി ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു. അദ്ദേഹം ആദ്യം വളരെ ക്ലോസ്ഡ് മെന്റാലിറ്റിയിലായിരുന്നത്. നിങ്ങൾ ആദ്യം അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം കൈയൊക്കെ കെട്ടി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈയൊക്കെ താഴെ ഇട്ടു. അദ്ദേഹത്തിന്റെ ഇരിപ്പിന്റെ പോസ്റ്ററിൽ വ്യത്യാസം വന്നു. ആദ്യം നിങ്ങളെ അതോറിറ്റേറ്റീവ് ആയിരുന്ന ഒരു വ്യക്തി നിങ്ങളോട് കുറച്ചുകൂടി താല്പര്യത്തിൽ അടുത്തിരുന്നു, അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലും മൈൻഡിലും ഒക്കെ വ്യത്യാസം വരുന്നത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. നിങ്ങളെ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് പ്രോപ്പറായിട്ട് സ്പോട്ടില് പൈസ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സിന് വേണ്ടി ആ വ്യക്തിയെ ഇട്ട് കൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ പ്രൊജക്റ്റുമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ ഈ ബയോട്ടോറിയത്തിൽ നിങ്ങളുടെ ടീമിലുള്ള പല ആളുകളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്. ആ കോമ്പറ്റീഷനെ പറയുന്നത് ഇന്റേണൽ കോമ്പറ്റീഷൻ എന്നാണ്. നിങ്ങളുടെ കമ്പനിക്കകത്തുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇന്റേണൽ കോമ്പറ്റീഷൻ. ഈ പ്രൊജക്ട് നിങ്ങൾ ആളുകളുമായി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനിയുമായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന എഫോർട്ട് അത് ബിസിനസ് പ്ലാനും പ്രൊജക്റ്റുമാണ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് വേണ്ടി വിട്ടുകൊടുക്കലാണ് നിങ്ങൾ ആ സ്പോട്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ട് സ്പോട്ട് ക്ലോസിംഗ് റൈറ്റ് നൗ എന്ന് പറയുക. നമ്മള് ബിസിനസ് പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് കല്ല് ചൂടാക്കി അദ്ദേഹം പ്രോപ്പറായി ഇതിന് റെഡിയായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ ക്ലോസിംഗിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ സെയിൽസിന് പോകുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ പോകുന്ന 100% സെയിൽസും നമുക്ക് കിട്ടാറില്ല. ഒരു സെയിൽസിന് ഒരു ലോ ഓഫ് ആവറേജ് ഉണ്ട്. നമുക്കറിയാം, ഒരു 10 തെങ്ങ് വെച്ചാൽ 10 തെങ്ങും ചിലപ്പോൾ നന്നായിട്ട് നന്നാവണമെന്നില്ല. ഒരു 10 വെക്കുമ്പോൾ 4, 5, 6 ഒക്കെ നന്നായിട്ട് വരും. ആ 4, 5, 6 തെങ്ങ് നന്നാവണമെങ്കിൽ 10 നമ്മൾ വെക്കേണ്ടി വരും. ക്രിക്കറ്റില് ഒരു ലോ ഓഫ് ആവറേജ് ഉണ്ട്. വൺ ഡേ ക്രിക്കറ്റിൽ നമുക്കറിയാം 50 ഓവറാണ് ഉള്ളത്. ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ട്? നമുക്ക് 10 ബോൾ ഉണ്ട്. അപ്പോ ഒരു ഓവറിൽ 10 ബോളും വൺ ഡേ ക്രിക്കറ്റിൽ നമുക്ക് ഒരു ഓവറിൽ 6 ബോൾ ഉണ്ട്. അപ്പൊ വൺ ഡേ ക്രിക്കറ്റിലാകുമ്പോൾ നമുക്കറിയാം, വൺ ഡേ ക്രിക്കറ്റിന്റെ ലോ ഓഫ് ആവറേജ് നമ്മളൊന്ന് മനസ്സിലാക്കുക. കാരണം 50 ഓവറിൽ 300 റൺസ് ഉണ്ട്. 50 ഓവറിൽ 300 റൺസ് ഉണ്ട്. ഈ 300 ബോൾസ് ഉണ്ട്. അപ്പൊ ഈ 300 ബോൾസ് എറിയുന്നത് കേവലം 10 വിക്കറ്റ് വീഴ്ത്തുന്നതിന് വേണ്ടിയാണ്. ഈ 10 വിക്കറ്റ് വീഴ്ത്താൻ എന്തിനാണ് 300 ബോൾസ്? അതാണ് വൺ ഡേ ക്രിക്കറ്റിലെ ലോ ഓഫ് ആവറേജ് എന്ന് പറയുന്നത്. 10 ബോളിന് 300 ബോളാണ്. 10 വിക്കറ്റിന് 300 ബോളാണെങ്കിൽ ഒരു വിക്കറ്റിന് 30 ബോളാണ്. അപ്പൊ ഒരു വിക്കറ്റ് വീഴ്ത്താൻ 30 ബോൾ എറിയണമെന്നുള്ളതാണ് വൺ ഡേ ക്രിക്കറ്റിലെ ലോ ഓഫ് ആവറേജ്. സെയിൽസിന് പോകുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുക, 10 പേരെ നമ്മൾ കാണുമ്പോൾ ഈ 10 സെയിൽസും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സെയിൽസിന് ഒരു ലോ ഓഫ് ആവറേജ് ഉണ്ട്. 2, 3, 4 നമ്മുടെ സെലക്ഷൻ പ്രോപ്പറാണ്. പ്രോപ്പറായ ബ്രീഫിംഗ് കിട്ടിയിട്ടുണ്ട്. പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെയിൽസ് ക്ലോസിങ്ങിന് പോകുന്ന പ്രോപ്പറായ സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഐഡിയൽ ആയിട്ട് വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയാൽ 10ൽ 5, 6 സെയിൽസ് ഈസി ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലോ ഓഫ് ആവറേജ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സ്കില്ലും നോളജും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സും കൂടുതൽ പവർഫുൾ ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ചെന്ന് സംസാരിച്ച് അദ്ദേഹം പോസിറ്റീവായ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് കാര്യമായ രീതിയിലൊന്ന് സംസാരിച്ച് പ്രസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ആ പൈസ നമുക്ക് തരുമായിരുന്നു. പക്ഷെ പിന്നീട് ചെന്നപ്പോ ആ പൈസ മറ്റു രീതിയിൽ വകമാറ്റിപ്പോയി. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ആ പൈസ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നു. ഏറ്റവും കൂടുതൽ അർജൻസി വന്നാൽ ആ പൈസ റീയൂട്ടിലൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോ നമ്മുടെ ബഡ്ജറ്റ് മറ്റ് പല രീതിയിലും ഉപയോഗപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള അനുഭവം സെയിൽസ് ക്ലോസിംഗിൽ പോയ ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോ ക്ലോസ് ചെയ്യണം? ആ സ്പോട്ടിൽ ക്ലോസ് ചെയ്യണം. നമ്മൾ ആ പ്രോസസ് സ്പോട്ടിൽ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ബഡ്ജറ്റ് മറ്റു രീതിയിൽ മാറിപ്പോവാനുള്ള സാധ്യത നമുക്ക് ഉണ്ടാവില്ല എന്നതാണ്. അതാണ് അടുത്തത്. അടുത്തത് ഈ പ്രോസ്പെക്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അപ്പൊ ക്ലോസ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, അയാൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊജക്റ്റിനെ കുറിച്ചോ മറ്റുള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കറക്റ്റായ ആളുകളുമായിട്ടല്ല ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ ആളുകൾ അദ്ദേഹത്തിന് റോങ് അഡ്വൈസ് കൊടുക്കുകയും നാളെ അദ്ദേഹം നമ്മളോടൊപ്പം ബിസിനസ്സിൽ വരാനുള്ള സാധ്യത കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റോങ് അഡ്വൈസ് കേട്ടുകൊണ്ട് ആളുകൾ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രൊജക്റ്റും പ്രൊഡക്റ്റും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് സ്പോട്ടിൽ ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സെയില് മാത്രമല്ല,
ആ സെയിൽസിലൂടെ വരുന്ന അനന്തമായ സെയിൽസ് എത്രയാണെന്ന് നമ്മൾ ആരും സ്ഥിരമായി സംസാരിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോ ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിൽ ഒരു വ്യക്തിന് ഡാനി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിക്ക് അറിയാം, അദ്ദേഹം വന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ ഒരു സിംഗിൾ സെയിൽ ആണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിലൂടെ വന്ന നമ്പർ ഓഫ് സെയിൽസിനെ നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സക്സസ്ഫുൾ ആയ ഓരോ ലീഡേഴ്സിനെ നിങ്ങൾ എടുക്കുമ്പോൾ ഓരോ ലീഡേഴ്സും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സെയിൽസിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരു സെയിലാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിലൂടെ വരുന്ന അനന്തമായ ബിസിനസിന്റെ സാധ്യത നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. അയാളുടെ കോണ്ടാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അയാളുടെ കെയർ ഓഫ് സെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കില്ല. അപ്പൊ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോ അയാളിലൂടെ വരുന്ന അനന്തമായ ബിസിനസ് സെയിൽസുമാണ് നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് അദ്ദേഹത്തെ നഷ്ടപ്പെടാൻ വിടരുത്, ഇപ്പൊ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, ഇപ്പൊ തായ്ലൻഡ് കോൺടെസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം 20 ഫാമിലി ബോണസ്, 60 കട്ട് ഓഫ്. ഈ 20 ഫാമിലി ബോണസ് 60 കട്ട് ഓഫിൽ നേടുന്ന വ്യക്തിക്ക് കിട്ടുന്നത് അയാളുടെ ഡ്രീമിൽ കിട്ടാവുന്ന ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ട്രിപ്പ് വിത്ത് എൻജോയ് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 20 സെയിൽസിന് നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന ആ ഒരു സെയിൽ മതി ഒരു പക്ഷേ നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർക്കോ അല്ല ലീഡർക്ക് ഒരു പക്ഷെ ആ തായ്ലൻഡ് കോൺടെസ്റ്റ് അടിക്കാനായിട്ട്. 19 ഫാമിലി ബോണസായി ഒരേ ഒരു ഫാമിലി ബോണസിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ആ സെയിൽ അന്ന് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു തായ്ലൻഡ് ട്രിപ്പ് അടിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ആ സെയിൽ അന്ന് ക്ലോസ് ചെയ്തില്ല. എന്ത് പറ്റി? അത് പോസ്റ്റ്പോൺഡ് ആയിപ്പോയി. പോസ്റ്റ്പോണ്ട് ആയി പോയപ്പോ നിങ്ങൾക്ക് കിട്ടാവുന്ന റെക്കഗ്നിഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓരോ സെയിൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പോട്ടിന് നമ്മൾ ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. റെക്കഗ്നിഷൻസ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ സെയിൽസ് എഫോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അദ്ദേഹത്തെ കൊണ്ട് ആ സ്പോട്ടിൽ എടുപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ സെയിൽസ് എഫോർട്ടിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അവബോധം എന്താണെന്നിരിക്കാൻ, എന്റെ മുന്നിലിരിക്കുന്ന ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ എന്ത് വില കൊടുത്തും ഞാൻ ഇന്ന് ഈ പ്രൊഡക്റ്റും ഈ പ്രൊജക്റ്റിലേക്കും കൊണ്ടുവരും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മളൊരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ തന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി പ്രോസ്പെക്റ്റീവ് സെയിൽസിന് പോകുന്ന സമയത്ത് സെയിൽസിന്റെ ബുക്സിലെ ഏറ്റവും മനോഹരമായി ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ഹൗ ടു സെൽ ടു എനിത്തിങ് ടു എനിബഡി. ഒരിക്കൽ കൂടി പറയാം, ഹൗ ടു സെൽ എനിത്തിങ് ടു എനിബഡി. ആർക്കും എന്തും എപ്പോൾ എങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. അങ്ങനത്തെ ഒരു പുസ്തകമുണ്ട്. ജോ ജിറ എന്നൊരു വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സെയിൽസ് കരിയറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇമോഷണലി ആളുകളെ പിടിക്കുക എന്നുള്ളതാണ്. ഇമോഷണലി അദ്ദേഹം ഒരു കാർ കമ്പനിയില് സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാർ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ഒരു അടിപൊളി സൂപ്പർ ഷർട്ട് ഇട്ടുണ്ട്. ഇവർ വന്നിട്ട് കാറിനല്ല അവർ നോക്കുന്നത്, അദ്ദേഹത്തിന്റെ ഷർട്ടിനെയാണ് നോക്കുന്നത്. ആ ഷർട്ട് അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾക്ക് മനസ്സിലായി ഇവരുടെ ഇൻട്രസ്റ്റ് ഇയാളുടെ ഷർട്ടിലാണെന്ന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, യു ലൈക്ക് ദി ഷർട്ട്? അപ്പൊ ഐ ലൈക്ക് ദി ഷർട്ട്. കാരണം അയാൾ മനസ്സിൽ ഷർട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഷർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഇൻട്രസ്റ്റഡ് ആയി. നിങ്ങൾ എവിടെ നിന്ന് ഇത് വാങ്ങിയത്? എത്ര ഇതിന്റെ വില? അദ്ദേഹം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അദ്ദേഹം നേരെ പോയിട്ട് അദ്ദേഹം ഷർട്ട് ഒരു പാക്ക് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കാറിന്റെ ഓർഡർ സൈൻ ചെയ്തു, അവർ പോയി എന്നുള്ളതാണ്. അപ്പൊ ആളുകളെ ഇമോഷണലായി കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസികവാസം നമ്മൾ ഉണ്ടാവണം. അവിടെ സ്പോട്ട് ക്ലോസിംഗിൽ ഇമോഷണൽ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് സെയിൽസ് ക്ലോസിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എപ്പോ നമ്മൾ ക്ലോസ് ചെയ്യണം? മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോ നമ്മൾ ക്ലോസ് ചെയ്യണം? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, ദോശക്കല്ല് ചൂടായി അദ്ദേഹം ഇരുന്ന
പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ റിസീവിംഗ് മോഡിൽ വന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരവസ്ഥയെത്തി. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ സെയിൽസ് ക്ലോസിങ്ങിന് പോകുന്ന ആളുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബൈയിങ് സിഗ്നൽസ്. അദ്ദേഹം ചില ബൈയിങ് സിഗ്നൽസുകൾ നിങ്ങൾക്ക് തരുമ്പോൾ ആ ബൈയിങ് സിഗ്നൽസുകളെ റീഡ് ചെയ്യാനും എഫക്റ്റീവായിട്ട് ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാനും നമുക്കൊണ്ട് പറ്റണം. പലപ്പോഴും ആളുകൾ എന്ത് വെച്ചാല് സെയിൽസും പ്രൊജക്റ്റുമായി സംസാരിക്കാൻ പോകുമ്പോൾ പല ലീഡേഴ്സും കാണിക്കുന്നത് അരമണിക്കൂർ കമ്പനിയെ കുറിച്ച് സംസാരിക്കും, അരമണിക്കൂർ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും, അരമണിക്കൂർ കോമ്പൻസേഷൻ പ്ലാൻ സംസാരിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യും. കാരണം എന്താ? ഒരാളെ തിന്ന് നമ്മൾ കിട്ടിയ അറിവ് മുഴുവൻ മൊത്തം നമ്മൾ വിളമ്പും. 1.5-2 മണിക്കൂർ കൊണ്ട് അയാളെ കൊന്ന് കൊലവിളിക്കും. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മൈൻഡില് അദ്ദേഹം സിഗ്നൽസ് കാണിച്ചു തുടങ്ങിയാൽ ആ സിഗ്നൽസ് റീഡ് ചെയ്യാനും എഫക്റ്റീവായിട്ട് ക്ലോസിംഗിലേക്ക് പോകാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരാൾ സ്പെക്സ് വെക്കുന്ന ഒരാളാണ്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്പെക്സ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ സംസാരിച്ച ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ അയാളും നിങ്ങളും തമ്മിൽ റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ ഒരു ട്യൂണിങ്ങിലേക്ക് എത്തി. നിങ്ങളും അദ്ദേഹവും തമ്മിൽ ഒരു 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 എന്താ പറയാ ഒരു മാച്ചിങ് ഫ്രീക്വൻസി ആയി. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം ഗ്ലാസ് സ്പെക്സ് ഒക്കെ എടുത്തു വെച്ചു, നിങ്ങളോട് മുന്നോട്ട് അറിഞ്ഞു, നിങ്ങളുടെ ബ്രോഷറൊക്കെ മേടിച്ച് ഇങ്ങനെ കാര്യങ്ങൾ നോക്കാൻ വന്നാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ താല്പര്യം വന്നു തുടങ്ങി. ഈ പ്രോസസ്സിനെ ഒരു ബൈയിങ് സിഗ്നൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ബൈയിങ് സിഗ്നൽ അതാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. ഈ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അറ്റാക്ക് വരാനുള്ള സാധ്യതയൊക്കെ കുറവാണ് അല്ലെ? ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ നല്ല എനർജി ഉണ്ടാവും അല്ലെ? നമ്മുടെ ആ സ്റ്റാർട്ടിങ് പ്രോസസ് നമുക്കിത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ? പല രീതിയിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് താല്പര്യം വരുന്നു എന്നുള്ളതാണ്. അതൊരു ബൈയിങ് സിംറ്റംസ് ആണ്. ബെനിഫിറ്റ് കാൽക്കുലേഷൻസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. എന്താണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഐഡി ഇട്ടതിന് ശേഷം ലെഫ്റ്റിലും റൈറ്റിലും 2 പ്രൊഡക്റ്റ് വിറ്റ് 100 വിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇൻകം വന്നു കഴിഞ്ഞു. പിന്നീട് ഓരോ നിങ്ങളുടെ ടീമിലുള്ള ബിസിനസ് നടക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഫാമിലി ബോണസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് 6,750 രൂപ 2 പ്രൊഡക്റ്റ് വിറ്റാൽ കിട്ടും. ബെനിഫിറ്റ് കാൽക്കുലേഷൻ തുടങ്ങുകയാണ്. നിങ്ങൾ 20 ജോഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 60 കട്ട് ഓഫിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തായ്ലൻഡ് ട്രിപ്പ് കിട്ടും അല്ലെ? ബെനിഫിറ്റ് കാൽക്കുലേഷൻ തുടങ്ങുകയാണ്. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റ് കാൽക്കുലേഷൻ നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഈ മേഖലയിൽ താല്പര്യം വരുന്നുണ്ട്. ബെനിഫിറ്റ് കാൽക്കുലേഷൻസ് എല്ലാം ബൈയിങ് സിംറ്റംസ് ആണ്. നിങ്ങൾ ആദ്യം കയറി വന്നപ്പോ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജിൽ ഇരുന്ന ഒരു വ്യക്തി നിങ്ങൾ സംസാരിച്ചു വരുന്നപ്പോ അയാളുടെ ശരീരഭാഷ മാറി, അദ്ദേഹം കുറച്ചുകൂടി ഓപ്പൺ ആയി, അദ്ദേഹം മുന്നോട്ട് വരുന്നു. ആദ്യം നിങ്ങൾ ഒരു റെസിസ്റ്റീവ് മൂഡിലാണ് അദ്ദേഹം ഇരുന്നിരുന്നെങ്കിൽ പിന്നീട് നിങ്ങളുമായി വളരെ ചങ്ങാത്തത്തിലായി. അയാളുടെ ഫേസിൽ ഒരു ചിരിയൊക്കെ വന്നു, അദ്ദേഹത്തിന് ഒരു സന്തോഷമൊക്കെ വന്നു. അയാൾ കൂടുതൽ ഫ്രണ്ട്ലി ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അയാൾ നിങ്ങളെ റിസീവിംഗ് മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബൈയിങ് സിംറ്റംസ് ആണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ചോദിക്കുക, ക്യാഷ് ആണോ ജിപേ ആണോ? ക്യാഷ് ആണോ ജിപേ ആ? സെയിൽസിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വേണ്ടാട്ടോ. കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചാലോ? വേണ്ടാട്ടോ എന്ന് പറയും. പക്ഷെ നമ്മൾ എപ്പോഴും സെയിൽസ് ആരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ വിൽ ഓൾവേസ് ഗീവ് ചോയ്സസ്. എപ്പോഴും ചോയ്സ് കൊടുക്കുക. ചോയ്സ് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. നമ്മളെപ്പോഴും ക്യാഷ് എടുക്കട്ടെ എന്ന് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ പറയും. ജിപേ. നമ്മൾ ജിപേ ആണോ ക്യാഷ് ആണോ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അദ്ദേഹം ക്യാഷ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹം ജിപേ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ചോയ്സ് സെയിൽസിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ചോയ്സ് കൊടുത്ത് വേണം നമ്മൾ ക്ലോസിംഗിലേക്ക് പോകാൻ. പിന്നെ നേരത്തെ ഉണ്ടതിനേക്കാളും നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൺസേൺസും പ്രോബ്ലംസും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ. ഇപ്പൊ കിട്ടണ ശമ്പളം എന്ന് പറഞ്ഞാല് നമുക്കൊന്നിനും തികയുന്നില്ല. ആദ്യത്തെ ആഴ്ച കിട്ടിയ കാശൊക്കെ തീരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസവും
ഈ ലോണുകളും ഒക്കെ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ ഞാനൊരു 9 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 5:30 6 മണിയാവും വീട്ടിലെത്താനായിട്ട്. ഇതിനിടയിൽ ഞാൻ എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം? അദ്ദേഹത്തിന്റെ കൺസേൺസും പ്രോബ്ലംസും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതൊരു ബൈയിങ് സിംറ്റം ആണ്. അദ്ദേഹത്തിന് എങ്ങനെ ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിന്റെ പ്രസന്റ് ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് തുടക്കത്തിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്നും പിന്നീട് അദ്ദേഹത്തിന് കൂടുതൽ ഇൻകവും കാര്യമൊക്കെ കിട്ടുന്ന അനുസരിച്ച് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റും എഫോർട്ടും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്നും അദ്ദേഹത്തിന്റെ മാത്രം എഫോർട്ടിനെ ബേസ് ചെയ്തിട്ടല്ല ഈ പ്രൊജക്റ്റിൽ ഇൻകം വരുന്നത് എന്നുള്ളതും ഇതൊരു 100% ടീം എഫോർട്ടതാണെന്നും അദ്ദേഹത്തിലൂടെയും അദ്ദേഹത്തിന്റെ ടീമിലൂടെയും നാളെ നിരവധി വ്യക്തികൾ അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊജക്റ്റിൽ വരുമെന്നുള്ള കാര്യം ഇതിന്റെ നാച്ചുറൽ ബിസിനസ്സിന് അദ്ദേഹത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈസി ആയിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇരിക്കുന്ന സമയത്ത് ആദ്യം ഇരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മളോട് കൂടുതൽ അടുത്തേക്ക് വന്ന് ചെയർ കിട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുണ്ട്, അതിനെ കൂടുതൽ അത് ബൈയിങ് സിംറ്റംസ് ആണ്. ഇനി മുന്നോട്ടിരിഞ്ഞ ആദ്യം ബാക്കിലേക്ക് വളരെ അതോറിറ്റേറ്റീവ് ആയിരുന്ന ഒരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് ചാഞ്ഞ് ഇരുന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ബൈയിങ് സിംറ്റംസ് ആണ്. ആദ്യത്തെ കൂടുതൽ അറ്റൻഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ബൈയിങ് സിംറ്റംസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ടോണല്ല, വന്ന സമയത്ത് നമ്മളോട് വളരെ നീരസത്തിൽ നമ്മളോട് സംസാരിച്ചൊരു വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് നമ്മോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ടോണിലുള്ള വേരിയേഷൻ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റിലും താല്പര്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഡെമോ ഒക്കെ ചെയ്ത സമയത്ത് ആ പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുകയും അത് മനസ്സിലാക്കാനും ആ വെള്ളം കുടിക്കാനും നമ്മളോടൊപ്പം കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് അതിൽ താല്പര്യം ഉണ്ടാവും. ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ഉണ്ടാവും നമ്മൾ മനസ്സിൽ ഈ ബെനിഫിറ്റും കാര്യങ്ങളും പ്രൊജക്റ്റും ഒക്കെ കാൽക്കുന്ന സമയത്ത് തല ചൊറുക, ഇങ്ങനെ താടി ചെറുക, ഈ നോഡിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക അയാളുടെ മൈൻഡിൽ ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റില് താല്പര്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്ക്രാച്ചസ് ഹെഡ്, തലച്ചൊറിയുക, ചാടി തെറിയുക, അപ്പൊ നോഡ് ചെയ്യുക. നോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, നമ്മൾ നോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തലയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങള് ആ നോഡിങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ബൈയിങ് സിംറ്റംസ് ആണ്. അദ്ദേഹം റിസീവിങ് മോഡിലാണ്. അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് റിവീൽ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താ പറയാ ബൈയിങ് സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ നമ്മളോട് പ്രൊജക്റ്റും ഒക്കെ ജോയിൻ ചെയ്തത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക മാനസികമായിട്ട് അദ്ദേഹം ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായി, അല്ലെങ്കിൽ മാനസികമായിട്ട് അദ്ദേഹം ഈ പ്രൊജക്റ്റിലേക്ക് വരാൻ തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിൽ വന്നത് മാതിരിയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ എങ്ങനെ ഇത് ഇടുന്ന, ബെഡിൽ എങ്ങനെ ഇടുന്നത്, ഇതിന്റെ ഈ സ്റ്റിക്കറൊക്കെ എവിടെയാണ് വെക്കേണ്ടത്, ഇതിങ്ങനെ തലയോണിക്ക് ഇങ്ങനെ വെച്ചാൽ മതിയോ അല്ല അങ്ങനെ വെച്ചാൽ മതിയോ, ഈ വെള്ളം എപ്പോഴാ കുടിക്കുക, എത്ര സമയം എടുക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഈ പ്രൊഡക്റ്റ് അദ്ദേഹം മേടിച്ചതുപോലെ ആയി. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ പൈസ വാങ്ങിക്കാണ്ട് ഇറങ്ങി പോരുത്. കാരണം എന്താ, അദ്ദേഹം മാനസികമായിട്ട് അദ്ദേഹം ഈ പ്രൊഡക്റ്റിലേക്ക് വരാനും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അദ്ദേഹം റെഡി ആയി എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സെയിൽസ് ക്ലോസിംഗിലേക്ക് പോകുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞു പാരന്റ് ഈഗോ സ്റ്റേറ്റ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്പീക്ക് വിത്ത് അതോറിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കോൺഫിഡൻസും എന്തൂസിയാസത്തോടു കൂടി സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസും എന്തൂസിയാസമാണ് സെയിൽസിന് നിങ്ങളെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ആത്മവിശ്വാസവും എന്തൂസിയാസവും ഇല്ലെങ്കിൽ സെയിൽസ് പ്രോസസ് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ബി പ്രിപ്പയർഡ് ആൻഡ് സ്പീക്ക് വിത്ത് അതോറിറ്റി എന്നാണ്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു എസ്റ്റാബ്ലിഷ് ഡെഡ് ലൈൻ, നിങ്ങൾ ഇന്ന് ആ വ്യക്തിയെ ക്ലോസ് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ വ്യക്തിയെ കാണാനായിട്ട് പോകാൻ മനസ്സിൽ. ഇനി നിങ്ങൾ ഈ വ്യക്തി ബിസിനസ്സിലേക്ക് വന്നാൽ നിങ്ങൾ ആ വ്യക്തി ഈ ബിസിനസ്സിലെ ഏറ്റവും മികച്ച വ്യക്തി ആയിരിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ന് തന്നെ ഈ ബിസിനസ് ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ബിസിനസ് പോകാനായിട്ട്. സംസാരിക്കുന്ന സമയത്ത് ഓൾവേസ് ബി കൺവേഴ്സിങ്. നമ്മൾ കൺവേഴ്സേഷൻ എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള കൺവേഴ്സേഷൻ നടക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം,
കണക്റ്റിംഗ് ആയിരിക്കണം, പ്രൊജക്റ്റും ബിസിനസ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. അദ്ദേഹത്തിനോട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്താലുള്ള കമ്മിറ്റ്മെന്റ് കൂടി എടുത്തിട്ട് വേണം ഒരു ക്ലോസിംഗിലേക്ക് പോകാനായിട്ട്. ഓൾവേസ് ബി കൺവേഴ്സിങ്, ക്ലാരിഫൈങ്, കണക്റ്റിംഗ്, ഗെയിനിങ് കമ്മിറ്റ്മെന്റ് ആണ്, അതുപോലെ തന്നെ ക്ലോസിംഗ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് ക്ലോസിംഗുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ചോദിക്കാത്ത 100% സെയിൽസും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 100% സെയിൽസും നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിൽസിന് പോകുന്ന ആളുകൾ മനസ്സിൽ വെക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? നിങ്ങൾ ചോദിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ചോദിക്കാത്ത ഒരു സെയിലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കൂടുതൽ ആളുകളെ കാണുമ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളോടൊപ്പം വരും. സെയിൽസിന്റെ ലോ ഓഫ് ആവറേജ് നിങ്ങൾ മനസ്സിലാക്കുക. 10 പേരെ കണ്ടാൽ 10 പേര് നിങ്ങളോടൊപ്പം വരില്ല. ഒരു ലോ ഓഫ് ആവറേജ് ഉണ്ട്, അതനുസരിച്ച് വർക്ക് ചെയ്യും. നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവും മെച്ചപ്പെടുന്നതനുസരിച്ച്, നിങ്ങൾ കൂടുതൽ ഷാർപ്പൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തില് ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇന്നത്തെ സബ്ജക്റ്റില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ തന്നെ കൂടുതൽ ഷാർപ്പൻ ചെയ്യാനും, റിയൽ ബിസിനസ്സിൽ നമ്മുടെ സ്കില്ല് നമ്മൾ ഷാർപ്പൻ ചെയ്യുന്ന ഫീൽഡിൽ പോയിട്ടാണ്. നോളജ് നമുക്ക് കിട്ടുന്നത് തിയറിറ്റിക്കൽ നോളജ് ക്ലാസ് റൂംസിൽ കിട്ടും, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടും. പക്ഷെ റിയൽ സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമാക്കുന്നത് ഫീൽഡിൽ പോകുന്നതാണ്. നിങ്ങൾക്ക് ഫീൽഡിൽ പോകുന്ന സമയത്ത് ഓരോ ഫീൽഡ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങളാണ് തരിക. അതിനെ അനലൈസ് ചെയ്യാനും നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്താനും ഒരു സെയിൽസ് ടീമിനെ, ഈ ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ആർക്കാണെന്ന് വെച്ചാല് ബേസിക് സ്കില്ലുള്ള ടീം ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ബേസിക് സ്കിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ പ്രോസ്പെക്ടിങ് സ്കില്ലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. 2, നമ്മളെ സെയിൽസ് ക്ലോസിംഗ് സ്കില്ലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ ഒരു ടീമിൽ എത്രത്തോളം ആളുകൾക്ക് പ്രോസ്പെക്ടിംഗ് സ്കില്ലുണ്ട്, എത്രത്തോളം ആളുകൾക്ക് സെയിൽസ് ക്ലോസിംഗ് സ്കില്ലുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ടീമിലുള്ള ഇൻകം നിങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബി എ ഗുഡ് സെയിൽസ് പേഴ്സൺ. കാരണം സെയിൽസ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ബിസിനസിന്റെ ഇൻകവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെയിൽസിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ, ഓരോ സ്റ്റെപ്പും നമ്മുടെ മികച്ച ഒരു നല്ല ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാനായിരിക്കണം. അതിൽ സെയിൽസ് സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മികച്ച സെയിൽസ് പേഴ്സൺ ആവാനും, ഒരു മികച്ച ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും, മികച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സും ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഇന്നത്തെ ട്രെയിനിങ് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെ ഭാഗങ്ങളിൽ നിന്നും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇബേട്ടർ. താങ്ക് യു സാർ, താങ്ക് യു. വളരെ നല്ല പ്രസന്റേഷൻ, വളരെ നല്ല പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികവുറ്റ പ്രസന്റേഷൻ. നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്, അല്ലെ? നമ്മൾ പറയാറുണ്ട്, എന്താ, തെങ്ങിന്റെ അണ്ടം വരെ ചെന്നിട്ട് കൊല തൊടാതെ പോരുന്നു എന്ന് പറയുന്നത്. അത്തരം ഒരു സിസ്റ്റമാണ് നമ്മൾ മിക്ക ആളുകളും അനുവർത്തിച്ചു പോരുന്നത്. തന്നെയുമല്ല, ഇതൊക്കെ ഞാൻ ചെയ്യണോ, ഇതൊക്കെ അതൊക്കെ ഒരു വാങ്ങലിന്റെ ലക്ഷണമാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോയിട്ടുണ്ടല്ലേ പലപ്പോഴും. പക്ഷെ ഇന്നാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത്, അതൊക്കെ അദ്ദേഹം ആ വാക്കുകളൊക്കെ ചോദിച്ചത് നമ്മളോട് പ്രോഡക്റ്റ് വാങ്ങാനായിരുന്നില്ലേ. എന്ത് മണ്ടത്തരമാണത്. അന്നേരം എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് ആ സെയിൽസ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ, അല്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം വേറൊരു ടീമിന്റെ കൂടെ പോയിരുന്നത്, അല്ലേ? കണ്ട, എത്ര മഹത്തരമായ ഒരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇനി മേലിൽ ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള ഒരു മെനച്ചതി വരരുത്, നമുക്ക് അത്തരം ഒരു അബദ്ധം പറ്റരുത്. ഏതായാലും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കൺവിൻസ് ആയെങ്കിൽ അദ്ദേഹത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നന്ദി നിങ്ങളുടെ ആ ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. വലിയൊരു കയ്യടി കൊടുക്കുക അദ്ദേഹത്തിന്. ഏതായാലും ഈ സമയം വരെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഇനി മഹത്തായ കുറച്ച് അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നുകൊണ്ട് ഭാവിയിലേക്ക് എങ്ങനെ പോകാൻ വേണ്ടി നമ്മുടെ ബിസിനസ് പോകുന്നു, നമ്മുടെ കമ്പനി എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള പുതിയ പുതിയ അപ്ഡേഷൻസ് തരാനും ഈ ബിസിനസ് അവസരം ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട്, ഈ ട്രെയിനിങ് സെഷൻ ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെല്ലാം മെന്റർ ആയിട്ടുള്ള നമ്മുടെ ബിലൗഡ് ലീഡർ മനോജ് സാറിനെ നിങ്ങൾ ഏവരെയും ഉന്നതത്തോട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, പ്ലീസ് കം ആൻഡ് ടേക്ക് ചാർജ് യുവർ പൊസിഷൻ.